ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗായിട്ടാണ്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞാനൊരു കേക്ക് കോംബോ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസും എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വ്ളോഗാണ്. ഞാനിപ്പോൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 2 months ആയിട്ടുണ്ട്. അപ്പം കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോസൊന്നും ചെയ്യാത്ത, വ്ളോഗൊന്നും എന്താ അപ്ലോഡ് ചെയ്യാത്തതെന്നൊക്കെ. അപ്പം ഞാൻ കുറച്ചധികം തിരക്കിലായിട്ട് പോയി. പിന്നെ ക്ലാസ്സസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം അതിനോണ്ടാണ് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന കോംബോ ഓഫർ ഒരു 1/2 kg ട്രെസ്ലെച്ചസ്, പിന്നെ 2 ജാർ കേക്കുമായിരുന്നു. 350 ml ജാറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ ജാറും അതുപോലെ തന്നെ വാനില ക്രഞ്ചി ട്രഫിളായിരുന്നു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെയൊക്കെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 900 ആണ്. ഞാനൊരു 500-നാണ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് കോംബോ ഓഫറിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കേക്ക് കോംബോ ഓഫറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട്. അപ്പം ഒരു ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് ഏകദേശം ഒരു 20 ഓർഡേഴ്സൊക്കെ കിട്ടി. നമ്മൾ ഒരിക്കലും ഒരു 20 ഓർഡേഴ്സൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഏകദേശം ഒരു 10 ഓർഡേഴ്സെങ്കിലും കിട്ടിയാൽ മതിയെന്നു എന്നുള്ള ഇതിലേന് നമ്മൾ കോംബോ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അന്ന് തന്നെ ഒരു 20 ഓർഡേഴ്സൊക്കെ കിട്ടി. അപ്പം ഞാൻ ഈ കോംബോ ഓഫറിൻ്റെ കുറച്ച് ദിവസം മുന്നേ പർച്ചേസ് ചെയ്യാനായിട്ട് ബേക്ക് ഓഫിലാണ് പോയത്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാതും അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഞാനും ഉപ്പയും കസിനും കൂടെ ആയിരുന്നു പർച്ചേസ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഒക്ടോബർ 31 വരെയായിരുന്നു കോംബോ ഓഫറിനുള്ള ഓർഡേഴ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. നവംബർ 1 ഡെലിവറി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഇത്രയും സാധനങ്ങളാണ് ഞാനന്ന് ബേക്ക് ഓഫിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഓഫറിനുള്ളതും അല്ലാത്തതും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കോംബോ ഓഫറിന് ആദ്യം തന്നെ ചെയ്തത് ഒരു ബുക്കിൽ എല്ലാവരുടെ നെയിമും ഒക്കെ എഴുതിയെടുത്തു. പിന്നെ ഏകദേശം ഒരു എത്രണ്ണം കേക്ക് ബേസസും ഒക്കെ ഉണ്ടാക്കണം എന്നുള്ള ഒരു ചെറിയൊരു കണക്കും ഒക്കെ എഴുതിയെടുത്തു. അപ്പം അന്ന് ഒക്ടോബർ 31 ആയപ്പോഴേക്കും എനിക്ക് ഏകദേശം ഒരു 26 ഓർഡേഴ്സ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. നവംബർ 1 സൺഡേ ആയിരുന്നു. അപ്പം ഞാൻ ഫ്രൈഡേ തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യം തന്നെ വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ ജാർ കേക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചോക്കോ ചിപ്സാണ് അന്ന് നൈറ്റിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പം ഈ ചോക്കോ ചിപ്സ് അതിൻ്റെ കൂടെ ജാർ കേക്കൊക്കെ കുറച്ച് ആഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫ്രൈഡേ നൈറ്റിൽ തന്നെ അത് ഉണ്ടാക്കിയെടുത്തു. പിന്നെ സാറ്റർഡേക്ക് എനിക്കൊരു 2 കോംബോ ഓഫറിലുള്ള കേക്ക്സ് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് വേണ്ടിയിട്ടുള്ള കേക്ക് ബേസസും കാര്യങ്ങളൊക്കെ പിന്നെ ഫ്രൈഡേ നൈറ്റിൽ തന്നെ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്ത കുറച്ച് പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത് പഞ്ചസാര കുറച്ചധികം തന്നെ പൊടിച്ചെടുത്ത്, പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബട്ടർ പേപ്പേഴ്സൊക്കെ ഇങ്ങനെ 8 ഇഞ്ച് ടിന്നിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അത് 8 ഇഞ്ചിൻ്റെ അളവിൽ മുറിച്ചെടുത്തു, കുറച്ചധികം തന്നെ മുറിച്ചെടുത്തു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാം ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ സാറ്റർഡേ രാവിലെ തന്നെ കേക്ക്സൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അപ്പം ഞാനൊരു 3 eggs വെച്ചിട്ട് 2 ട്രെസ്ലെച്ചസ്ക്കുള്ള ബേസസാണ് ഉണ്ടാക്കിയത്.
അപ്പം ആദ്യം തന്നെ ഞാൻ 6 എഗ്ഗ് വെച്ചിട്ടാണ് ബാറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്. 6 എഗ്ഗ് വെച്ചിട്ട് ബാറ്റർ ഉണ്ടാക്കി, എന്നിട്ട് അത് 2 8 ഇഞ്ചിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചു. എന്നിട്ട് അത് രണ്ടും ജസ്റ്റ് ഒന്ന് ഹാഫാക്കി. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റിലൊക്കെ കിട്ടും. പിന്നെ നമ്മൾ 8 ഇഞ്ചാണ് യൂസ് ചെയ്തത്. അതൊരു ഹാഫ് kg എന്തായാലും വന്നിട്ടുണ്ട്. എല്ലതും ഹാഫ് kg വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേക്ക് ബേസസ് കേട്ടോ. ട്രെസ്ലെച്ചസ്ക്ക് വേണ്ടിയിട്ടുള്ളത് കേക്ക് ബേസസ്. പിന്നെ 6 എഗ്ഗിലേക്ക് ഞാൻ ഒരു 1.5 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിലേക്ക് 1.5 കപ്പ് തന്നെയാണ് മൈദയും യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം 6 എഗ്ഗ് വെച്ചിട്ടുള്ള റെസിപ്പിയിൽ എനിക്കൊരു 4 ട്രെസ്ലെച്ചസ് കേക്കിനുള്ള ബേസസാണ് കിട്ടിയത്. അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ കേക്ക്സൊക്കെ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു ടൈമിൽ തന്നെ ട്രെസ്ലെച്ചസ് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള പാലും അവിടെ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല പോലെ തിളച്ചിട്ട് ചൂടാറിയിട്ട് വേണം നമുക്ക് കേക്കിലേക്ക് യൂസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ അതൊക്കെ രാവിലെ തന്നെ തിളപ്പിച്ച് വെച്ചു. പിന്നെ ഇതാ മൈദയൊക്കെ ഇതുപോലെ തന്നെ ഒരു ടിന്നിലാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫ്രൈഡേ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇത് ഞാൻ ഇനി ടിന്നിൽ നിന്ന് എടുത്തിട്ട് കേക്ക്സ് ട്രെസ്ലെച്ചസും ജാർ കേക്കും ആക്കിയെടുക്കണം. അപ്പോൾ 2 എനിക്ക് സാറ്റർഡേനെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അത് റെഡിയാക്കി വെക്കുകയാണ്. ഒരു ഉച്ച തിരിഞ്ഞിട്ടാണ് പിന്നെ അത് രണ്ടും ഞാൻ ഡെലിവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു രാത്രിയൊക്കെ ആയപ്പം ജാർസൊക്കെ ഇപ്പം അനിയനും കൂടെ കേക്ക് വൃത്തിയാക്കിയിട്ട് തന്നു. പിന്നെ 52 ജാർസോളം ഉണ്ടായിരുന്നു കേക്ക് റെഡിയാക്കാനായിട്ട്. പിന്നെ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ കേക്ക് ബേസസ് എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ജാർ കേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ വാനില ക്രഞ്ചി ജാർ കേക്കിന് വേണ്ടിയിട്ടുള്ള പ്രലൈനാണ് റെഡിയാക്കി എടുത്തത്. പീനട്ട് വെച്ചിട്ടാണ് പ്രലൈന് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം 3 മിൽക്ക് റെഡിയാക്കിയിട്ട് ട്രെസ്ലെച്ചസ് കേക്ക്സൊക്കെ വെറ്റ് ചെയ്തെടുത്തു. ട്രെസ്ലെച്ചസ്ക്കുള്ള മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രഷ് ക്രീമും മിൽക്കും അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ അതാ ഇതുപോലെ എല്ലാ കേക്ക്സും വെറ്റ് ചെയ്തെടുത്തു മിൽക്ക് കേക്ക്. പിന്നെ ഇത് നേരെ ഫ്രിഡ്ജിൽ കയറ്റി. അപ്പം എല്ലാ കേക്ക്സും എൻ്റെ വീട്ടിൽ ഫ്രിഡ്ജിൽ കൊണ്ടിട്ടില്ല. അപ്പം കുറേ അമ്മേൻ്റെ വീട്ടിലുള്ള ഫ്രിഡ്ജിലാണ് വെച്ചത്. ജാർസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ വെച്ചു. ബാക്കിയൊക്കെ അമ്മേൻ്റെ വീട്ടിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ മിൽക്ക് കേക്കിൻ്റെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കണ്ടെയ്നറിലാക്കിയിട്ട് മിൽക്ക് കൂടെ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ ജാർ കേക്കാണ് റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ വാനില ക്രഞ്ചി ജാർ കേക്കും റെഡിയാക്കി. രണ്ടിൻ്റെയും വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഏകദേശം രാത്രി ഒരു 1:30 ആയിട്ടുണ്ട് കിടന്നപ്പോൾ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ സൺഡേ രാവിലെ തന്നെ വിപ്പിംഗ് ക്രീം ആയിട്ട് കേക്കിൽ ചെറിയൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള പിസ്താഷ്യോസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാ കേക്ക്സും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ജാറിൽ ഒക്കെ ചോക്കോ ക്രഷ് ബേക്സ് ആൻഡ് ഡെസേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിക്കറും പിന്നെ റിബണും ഒക്കെ വെച്ച് കെട്ടി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഒരു ഏകദേശം ഒരു ഉച്ചയായപ്പോഴേക്കും ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഒരു ഉച്ച മുതലാണ് കേക്ക്സൊക്കെ ഡെലിവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അധികവും നമ്മൾ ഹോം ഡെലിവറി ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്രീ ആയിട്ട് തന്നെയാണ് ഡെലിവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പെരിന്തൽമണ്ണ, അരീക്കോട്, പയ്യനാട്, മലപ്പുറം ഇവിടേക്കൊക്കെ നമ്മൾ ഡെലിവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ പൊന്നാനി അങ്ങനെയൊക്കെ നമ്മളോട് ഓർഡറൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അവിടേക്കൊന്നും എത്തിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായാലും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.